നമസ്കാരം, ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. എറണാകുളം കലൂർ പേരണ്ടൂർ റോഡിൽ പൊറ്റക്കുഴി ജംഗ്ഷനിൽ ഒരു റോഡ് കോൺട്രാക്ടർ കാണിച്ചു വച്ചിരിക്കുന്ന തനി തെണ്ടിത്തരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ 25 സെപ്റ്റംബർ രാവിലെ കുട്ടികളുമായി സ്കൂളിൽ പോകുന്ന രക്ഷിതാക്കളും മറ്റുള്ള വാഹന യാത്രക്കാരും നേരിട്ട ദുരിതം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെതിരെ ജനങ്ങൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ടാണ് ദേശസ്നേഹി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കുന്നത്. ഈ കാണുന്ന പൊറ്റക്കുഴി ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷൻ്റെ ചുറ്റുവട്ടത്ത് 4ഓളം സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാറ് കണ്ടോ? അതിൻ്റെ അടി അവിടെ തട്ടി നിൽക്കുകയാണ്. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഒരേ ഒരു പോലീസുകാരനാണ് ജംഗ്ഷനിൽ ഡ്യൂട്ടിക്കുള്ളത്. കാരണം ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിരിക്കുന്ന വിവരം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള അധികാര സ്ഥാനങ്ങളിലോ ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത ആൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യത്തിൽ കാണാം, 2 വീലറിൻ്റെ വീല് കിടന്ന് കറങ്ങുന്നത് മാത്രമാണ്. ഇതേപോലെ പ്രായമുള്ള ആൾക്കാരാണ് കുട്ടികളെയും കൊണ്ട് സ്കൂളുകളിലേക്ക് വരുന്നത്. അവർ എത്ര പേര് അന്നത്തെ ദിവസം അവിടെ മറിഞ്ഞു വീണിട്ടുണ്ട്. ഏകദേശം 1.5-2 മണിക്കൂറുകൾ സ്കൂളിലേക്ക് കുട്ടികളെയും കൊണ്ടുവന്ന രക്ഷകർത്താക്കളടക്കം വൻ ബ്ലോക്കാണ് ആ ഒരു ജംഗ്ഷനിൽ ഈ ഒരു പ്രവൃത്തി കൊണ്ടുണ്ടായത്. സാധാരണ സ്കൂളുകളുടെ ചുറ്റുവട്ടത്ത് റോഡ് മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ഒരു നിയമം വരെ മാൻഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആ രീതിയിലുള്ള മെയിൻ്റനൻസ് വർക്ക് നടത്താൻ പാടുള്ളൂ എന്ന ഒരു ജനറൽ നിർദ്ദേശം കൊടുക്കാറുണ്ട്. ഇത് അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള വേറെ ബദൽ സംവിധാനങ്ങൾ ഗതാഗതത്തിന് ഒരുക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിബന്ധനകൾ. എന്നാൽ ഈ പറയുന്ന യാതൊരു കാര്യങ്ങളും ഇതിൻ്റെ കോൺട്രാക്ടർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ജനങ്ങൾ പ്രതികരിക്കേണ്ട വിഷയങ്ങളാണ്. ഇതേ രീതിയിലുള്ള റോഡ് കോൺട്രാക്ടർമാർ അവരുടെ സൗകര്യത്തിന് രാത്രിയിൽ പണിതോട്ടെ, പക്ഷേ അതിന് ഗതാഗതത്തിന് ഈ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഫ്യുവലിൻ്റെ കത്തലടക്കം വൻ നഷ്ടങ്ങൾ ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മേലിലെങ്കിലും ഇതേപോലുള്ള കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ സാറ്റർഡേയോ സൺഡേയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം സ്കൂൾ ഉള്ള സ്ഥലത്താണ് മെയിൻ്റനൻസ് എടുക്കണമെങ്കിൽ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരേ ഒരു പോലീസുകാരൻ അവിടെ നിന്നിട്ട് ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കൂടുതൽ പോലീസുകാരെ വരുത്തി ഏകദേശം 2 മണിക്കൂർ കൊണ്ടാണ് അന്നത്തെ ദിവസം ആ ജംഗ്ഷനിൽ ബ്ലോക്ക് കഴിഞ്ഞത്. ഇതിന് പ്രതികരിക്കുക എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ചുമതല തന്നെയാണ്. ഇതിന് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസത്തേക്ക് അത് നേരെയാക്കിയ റോഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു എങ്കിൽ പോലും അന്നത്തെ ഒരു ദിവസം കുട്ടികളെല്ലാം ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് ക്ലാസ്സുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയത് എന്നാണ് അറിയുന്നത്. അവിടെയുള്ള സരസ്വതി വിദ്യാനികേതനിലോ സ്വപ്നയിൽ എന്ന് പറയുന്ന സ്കൂളിലോ ഒന്നും യാതൊരു ഇൻഫർമേഷനും ഇതിനെക്കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേരൻസിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനും സ്കൂൾ അധികൃതർക്കും സാധിച്ചിട്ടില്ല. ഇവിടെ സ്കൂളിൻ്റെ ഇതും ഉപരി ഓഫീസുകളിൽ പോകുന്ന ഒത്തിരി യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു റൂട്ടും കൂടിയാണിത്. ഈ കാണിച്ചിരിക്കുന്ന തനി തെണ്ടിത്തരത്തിന് അന്നത്തെ ദിവസം ഇതിൻ്റെ കോൺട്രാക്ടർ സ്വന്തം അച്ഛനെ ആവശ്യമില്ലാതെ നാട്ടുകാരുടെ തെറി കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആ പുള്ളിയുടെ തന്തയ്ക്ക് വിളിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിരുന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സ്കൂളിൻ്റെ അടുത്ത് മെയിൻ്റനൻസ് വർക്ക് എടുക്കുമ്പോൾ സാറ്റർഡേ സൺഡേ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യത്തിൽ ആ ബൈക്ക് മാറ്റാൻ വേണ്ടി 4 പേര് അതെടുത്ത് പൊക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് അത് അവിടുന്ന് ഇളക്കാൻ പോലും പറ്റിയത്. കാരണം കുടുങ്ങിപ്പോയി അടിയിൽ. പോലീസുകാരനെ ഞാനടക്കം സഹായിച്ചിട്ടാണ് ബൈക്ക് ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റിയത്. ഇത് ജനങ്ങൾ അറിയേണ്ട വിഷയമാണ്, പ്രതികരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ദേശസ്നേഹി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്. ജയ് ഹിന്ദ്. പ്രതികരിക്കുക.